ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സ് ആൻഡ് ലോ ഓഫ് അക്കൗണ്ട്സിലെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുള്ളൂ. ടാക്സ് ഇവേഷനും അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡൻസും പിന്നെ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. അങ്ങനെ നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അഡീഷണലായിട്ട് ഇനി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോസായിട്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നോട്ട്സായിട്ടുള്ളത്. എനിവേ, ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുക, അതിനാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുക. അതായത് ഇപ്പോൾ എനിക്ക് ഒരു കുറച്ചധികം എമൗണ്ട് എന്തുണ്ട് ഇൻകം ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിലുണ്ട്. ഒരു 50-60 ലക്ഷം രൂപ എനിക്കൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 60 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന് വിചാരിക്കുക. 60 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. മേ ബി അതിനേക്കാളും കുറവ് സംഖ്യ ആയിരിക്കാം ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ സംഖ്യ ആയിരിക്കാം ടാക്സ് അടയ്ക്കേണ്ടത്. എനിവേ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്തിനാ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 60 ലക്ഷം രൂപയുള്ളത് ഞാൻ എന്ത് ചെയ്യില്ല, കാണിക്കില്ല, പുറത്ത് പറയില്ല. അത് ഞാൻ വേറെ വല്ല വഴിയും നടത്തിയിട്ട് എന്ത് ചെയ്യും, തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി ടാക്സ് അടയ്ക്കാണ്ട് അങ്ങനെ ഗവൺമെൻറ് അറിയാത്ത രീതിയിൽ ഞാൻ എൻ്റെ വരുമാനം ഹൈഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് ഇവേഷൻ എന്ന് പറയുക. അതായത് നിയമം ലംഘിക്കുക. ടോട്ടൽ ഇൻകം എന്ത് ചെയ്യില്ല, കാണിക്കില്ല. എ പേഴ്സൺ വിത്ത് ഹോൾഡ്സ് ദ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ റിയൽ ഇൻകം ഓർ മേക്സ് ഫാൾസ് ക്ലെയിം ആൻഡ് റിഡ്യൂസസ് ദ ടാക്സ് ലയബിലിറ്റി. അങ്ങനെ ആ ടാക്സ് ലയബിലിറ്റി അവരെന്ത് ചെയ്യാണ്, അവിടെ റിഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സ് എവേഷൻ. ടാക്സ് എവേഷൻ ഈസ് ഇല്ലീഗൽ ആൻഡ് ആൻറ്റി സോഷ്യൽ. ടാക്സ് എവേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലീഗലാണ്, അതായത് നിയമത്തിനെതിരാണ്, അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ, സമൂഹത്തിനൊക്കെ എതിരായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കുഴൽപ്പണം എന്നൊക്കെ. ഈ കുഴൽപ്പണമൊക്കെ ഈ ടാക്സ് ഇവേഷന് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം കുഴൽപ്പണം ടാക്സ് അടയ്ക്കാത്ത പണത്തിനെയാണ് ഈ കുഴൽപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ കുറ്റകരമല്ലേ. അപ്പോൾ എന്താ, റിയൽ ഇൻകം കാണിക്കില്ല അവിടെ. കാരണം എനിക്ക് ഒരുപാട് എന്തുണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻകം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ടാക്സ് അടയ്ക്കാൻ തീരെ താല്പര്യമില്ല. കാരണം എന്താ, എൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോവുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോവുകയാണ്. ആ ക്യാഷ് പിന്നെ എനിക്ക് കിട്ടുമോ? ഒരു കാര്യമില്ലേനും. ലൈക്ക് അങ്ങനെ നമ്മളങ്ങ് പറയുമ്പോൾ അങ്ങനെയല്ല. ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. മേ ബി പബ്ലിക്കിന് കിട്ടുമായിരിക്കും മൊത്തത്തിൽ. അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഞാൻ ടാക്സ് അടച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അവർ ടാക്സ് ആയിട്ട് ഗവൺമെൻറ് വാങ്ങിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മേ ബി പബ്ലിക്കിന് മൊത്തമായിട്ട് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. അതല്ലാണ്ട് ഒരിക്കലും എനിക്ക് ഡയറക്റ്റ് ഒരു ബെനിഫിറ്റ്സ് അതൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഞാൻ എന്ത് ചെയ്യും, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് നമ്മൾ തീരുമാനിക്കും. അതൊരു ഇല്ലീഗലാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുക, കാണിക്കാണ്ടിരിക്കുക. ടോട്ടൽ ഇൻകം ഹൈഡ് ചെയ്തിട്ട് ഒരു കുറഞ്ഞ ഇൻകം കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ടാക്സ് അവോയ്ഡൻസ് ഈസ് ദി ആർട്ട് ഓഫ് ഇവേഡിങ് ടാക്സ് വിത്തൗട്ട് ആക്ച്വലി ബ്രേക്കിംഗ് ലോ. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു റിഡ്യൂസ് ടാക്സ് ബൈ ലീഗൽ മീൻസ്. അതായത് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. അതായത് ആ ഒരു നിയമത്തിനെ നമ്മൾ മുറുകെ പിടിക്കുന്ന തന്നെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്തുകൊണ്ടാണ്, നമ്മളവിടെ കള്ളത്തരം ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ടാക്സ് ഒഴിവാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കള്ളത്തരമൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ലോ മുറുകെ പിടിക്കുക. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഓഫ് കോഴ്സ് ഞങ്ങളത് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അവിടെ എന്ത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടാക്സ് ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇൻഷുറൻസൊക്കെ എമൗണ്ട് ഇട്ടാൽ നമുക്ക് ആ ഒരു എമൗണ്ടിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അത് ഞാൻ മറ്റൊരാളുടെ പേരിലോട്ട് ഞാൻ ആ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻകം ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി അവിടെ കുറഞ്ഞു, മറ്റൊരാൾക്ക് ആയിക്കോട്ടെ എനിക്കവിടെ ടാക്സ് കുറഞ്ഞില്ലേ. അതാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിയമം പാലിക്കുന്നുണ്ട്,
പക്ഷേ നമ്മുടെ ടാക്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ലയബിലിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും. ഇത് മേ ബി 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് പറയുന്നതാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഇത് ഐ തിങ്ക് കുറച്ച് മുന്നേ പറയേണ്ടതായിരുന്നു, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. എനിവേ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അതായത് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ഞാൻ ടാക്സ് അടയ്ക്കണം. ഈ വർഷം എനിക്കൊരു 1000 രൂപ ടാക്സ് ഉണ്ടെങ്കിൽ വിചാരിക്കാം. 1000 രൂപ ടാക്സിനെ അടയ്ക്കണം ഈ വർഷം. അപ്പോൾ അത് ഏത് വർഷത്തെ ടാക്സിനെ അടയ്ക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ ടാക്സാണ് ഞാൻ ഈ വർഷം അടയ്ക്കുന്നത്. അതായത് 2024-25 ഞാൻ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 2023-24 ടാക്സാണ്. ഓക്കെ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന് കിട്ടിയിട്ടുള്ള ടാക്സാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇതുവരെ നമുക്കറിയുന്ന കാര്യം. കാരണം നമ്മൾ ഇത്രയും ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നോളജ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിലെ ടാക്സാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ അടയ്ക്കുന്നത്. ഓക്കെ, but in certain cases the income of the previous year is taxable in the same year. It is called accelerated assessment. പക്ഷേ ചില കേസിൽ പ്രീവിയസ് ഇയറിലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ വർഷം തന്നെ അടയ്ക്കും. ഈ വർഷമാണ് എനിക്ക് ടാക്സ് എന്നുണ്ടെങ്കിൽ ഞാനത് അടയ്ക്കേണ്ടത് അടുത്ത വർഷമാണ്, പക്ഷേ ഞാനത് ഈ വർഷം തന്നെ അടയ്ക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതും മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം കേട്ടോ. അതാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഓക്കെ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ, but in the certain case of the income of the previous year is taxable in the same year. It is called accelerated assessment. Okay, ആ ഒരു കേസസ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അറ്റ് പോർട്ട് ഇൻ ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് ഏർണിംഗ് ഇറ്റ് സെൽഫ്. അതായത് ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഇന്ത്യയിൽ താമസിക്കാത്ത, അതായത് വിദേശത്തു നിന്ന് വന്ന ഒരാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാണ്. ഷിപ്പിംഗ് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോവും. അയാൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഷിപ്പിംഗ് ബിസിനസ്സാണ് അയാളുടെ ബിസിനസ് കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോവും. അപ്പോൾ അയാളുള്ള കാലത്ത് അയാളെ കൊണ്ട് ടാക്സ് അടപ്പിക്കുക. അയാളിനിപ്പോൾ അടുത്ത വർഷം വന്നാലല്ലേ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. വരുമെന്ന് വല്ല ഉറപ്പൊന്നും ഇല്ലല്ലോ. അയാൾ അവിടെ തന്നെ അയാളുടെ നാട്ടിൽ തന്നെ വേറെ വല്ല ബിസിനസ്സുമായിട്ട് അങ്ങ് കൂടിയാൽ പിന്നെ ടാക്സ് അടയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അയാളെ കൊണ്ട് ഈ തവണ നമ്മൾ എന്തെയ്ക്കും, ടാക്സ് അടപ്പിക്കും. ഒരു നോൺ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. രണ്ടാമത്തെ പോയിൻ്റ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്, ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് ഏർണിംഗ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റാണ് ഇൻകം ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ലിവിങ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിംഗ് ടു ഇന്ത്യ ഇൻ ദി നിയർ ഫ്യൂച്ചർ വിൽ ബി അസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. അതായത് ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്, അതായത് ഞാനിപ്പോൾ പോവുകയാണ്, ഞാൻ ഈ വർഷമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്, ഞാൻ ഈ വർഷം ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ ടാക്സ് ചുമത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നുകയാണ് ഇനി ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ അടുത്തൊന്നും പറഞ്ഞാൽ ഒരു അടുത്ത വർഷമൊന്നും ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല, ഞാൻ പോവല്ലേ, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഇനി അവിടെ വിദേശത്ത് സെറ്റിലാവുകയാണ്. അപ്പോൾ ഇനി അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് ഇനിയിപ്പോൾ അടുത്തൊന്നും വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവളുടെ ഈ വർഷത്തെ ടാക്സ് നമുക്കിപ്പോൾ തന്നെ അവളെ കൊണ്ട് അങ്ങ് അടുപ്പിക്കാമെന്ന് ആ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് തീരുമാനിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത് ഇൻകം ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ലിവിങ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിങ് ടു ഇന്ത്യ. അവിടെ അവർക്കൊരു ഇൻറ്റൻഷൻ ഇല്ല, ഇങ്ങോട്ട് തിരിച്ച് വരുന്നുള്ളൊരു ഉറപ്പ് അവിടെ ഇല്ല. ഇൻ ദ നിയർ ഫ്യൂച്ചർ വിൽ ബി അസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. ഓക്കെ, അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യിക്കും, അപ്പോൾ തന്നെ ടാക്സ് അടപ്പിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ റെസിഡൻ്റ് ആയുള്ള ഒരാൾ ഒരു ഷിപ്പിംഗ് ബിസിനസ്സിന് വന്നാൽ അയാൾ അപ്പോൾ ഏൺ ചെയ്തതിന് ആ വർഷം തന്നെ എന്ത് ചെയ്യിക്കും, ടാക്സ് അടപ്പിക്കും. സെക്കൻഡ് പറയുന്നതാണ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്, അയാൾക്ക് എന്തോ ഒരു ഇൻറ്റൻഷൻ ഇല്ല,
ഇങ്ങോട്ട് തിരിച്ച് വരും. ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് തിരിച്ച് വരുന്ന പ്രീവിയസ് ഇയർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിംഗ് ടു ഇന്ത്യ ഇൻ ദി നിയർ ഫ്യൂച്ചർ വിൽ ബി അസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നുകയാണ് ഇനിയിപ്പോൾ അവൾ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ടാക്സ് ഇപ്പോൾ തന്നെ അങ്ങ് അടപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഈ AOP എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ BOI എന്ന് പറയുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഫോംഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഷാൾ ബി ചാർജബിൾ ടോട്ടൽ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ്സ് ഡിസോൾവ്ഡ്. അതായത് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണും ബോഡി ഓഫ് ഇൻഡിവിജ്വലൊക്കെ ഒരു ചെറിയ കാലത്തേക്കായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് എന്തെങ്കിലും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവർക്കൊരു കോമൺ പർപ്പസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവർ ആ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോമൺ ആക്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കോമൺ പർപ്പസ് അവർ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെയോ അതല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല അത് അടുത്ത വർഷം ഉണ്ടായിരിക്കുന്നു. ചിലപ്പോൾ അത് ഈ വർഷം തന്നെ അവരുടെ ആ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അപ്പം തന്നെ അടച്ചു പൂട്ടാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയില്ല എന്നല്ല, ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടില്ല. കാരണം എന്താ, നമ്മുടെ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ആ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അവരവിടെ അടച്ചു പൂട്ടിക്കഴിഞ്ഞു, അവരത് ക്ലോസ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും അവരെന്ത് ചെയ്യും, ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണിനെ കൊണ്ടും ബോഡി ഓഫ് ഇൻഡിവിജ്വലിനെ കൊണ്ടും ടാക്സ് അടപ്പിക്കും. ഓക്കെ, ആ വർഷം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വർഷം 1000 രൂപ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ദ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ട്രാൻസ്ഫർ ടു പ്ലേസ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് അവോയ്ഡൻസ് എന്ന്. ടാക്സ് അവോയ്ഡൻസിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ലോ ബ്രേക്ക് ചെയ്യാണ്ടാണ് ടാക്സ് ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസ് അത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ 1-2 കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ടാക്സ് ലയബിലിറ്റി അവിടെ എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താലും അതൊക്കെ എന്താണ്, ടാക്സ് അവോയ്ഡൻസ് ആണ്. അപ്പോൾ അത് ചെയ്യുകയാണെന്ന്, അതായത് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ പേരിലോട്ട് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് ആർക്ക് തോന്നുകയാണ് അങ്ങനെ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് നിൻ്റെ ഈ വർഷത്തെ ടാക്സ് നീ ഇപ്പം തന്നെ അടയ്ക്കണം, നീ അടുത്ത വർഷത്തേക്ക് വെക്കണ്ടെന്ന്. അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് ഈ പറഞ്ഞത് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ദ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ട്രാൻസ്ഫർ ടു പ്ലേസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ഐ തിങ്ക് ഞാൻ എൻ്റെ നോട്ട്സ് കൊടുത്തതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ വരുന്ന ആ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഒക്കെ ഐ തിങ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറേ പേരുടെ കമൻസൊക്കെ ഞാൻ കണ്ടു, ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് പേര് പോസിറ്റീവായിട്ടെടുത്ത് നല്ല നല്ല കമൻസൊക്കെ ഇടുന്നുണ്ട്. കുറേ ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞത് ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി. എനിവേ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻ്റ് ഇടുക. ഇൻകം ടാക്സ് ആണ്, കുറച്ച് ടഫാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. എങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ കയറുക. ചാനലിൻ്റെ താഴെ ഹായ് എന്ന് എഴുതിയെടുത്ത് അവിടെ ഉണ്ടാകും എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലഗ്രാം ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ല ഇത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.